ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഈവനിങ് തന്നെ റൂമിൻ്റെ പുറത്തിറങ്ങി പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനുള്ളത്. ഒരു ലാറിയാണ് നമുക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത്. ഒരു 120 മീറ്റർ ലെങ്ത്തുള്ള വലിയൊരു എക്സ്കവേറ്റർ ഇറങ്ങിയിട്ട് വേണം മെട്രോൻ്റെ ഉള്ളിലോട്ട് പോകാൻ. ഇന്ത്യൻ ലൈസൻസ് യൂസ് ചെയ്തിട്ട് അവിടുത്തെ കാറെല്ലാം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. വെറും 20 ലാരി കൊടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കാലാവധി 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എക്സിറ്റ് എടുത്ത് വീണ്ടും കയറി അത് റിന്യൂ ചെയ്താൽ മാത്രം മതി. അവിടെ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഈ ഓപ്ഷൻ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ലിബർട്ടി സ്ക്വയറിലാണ്. ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും നൈറ്റ് ക്ലബ്സും ഗാലറിയും മാളും എല്ലാം ഇവിടെയാണുള്ളത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളുടെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലിബർട്ടി സ്ക്വയറിലെ താജ്മഹൽ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ മണി എക്സ്ചേഞ്ചിലാണ്. ജോർജിയയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ റെഡിയായിരുന്നു. ബ്രെഡും സലാഡൊക്കെ ആയിരുന്നു മെയിൻ ഐറ്റംസ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ജോർജും എത്തിയിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അങ്ങനെ ചർച്ചിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ ഒരു സിറ്റി വാക്കിന് പോയി. ജോർജിയയിലെ മെയിൻ വരുമാനം പറഞ്ഞത് അഗ്രികൾച്ചറും ടൂറിസവുമാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബലൂണുണ്ട്. 150 മീറ്റർ ഹൈറ്റ് വരെ പൊന്തും. അതിൽ കയറാൻ ഒരാൾക്ക് 50 ലാറിയാണ്. പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കേബിൾ കാറിൻ്റെ അടുത്തതായി ഞങ്ങൾ പോയത്. 8 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു 508 മീറ്റർ ലെങ്ത്തുള്ള ഒരു റോപ്പ് വേ കാറാണിത്. താഴെ കാണുന്ന ഖുറ റിവറാണ് ജോർജിയയിലെ ഏറ്റവും വലിയ റിവർ. ഇത് തുർക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അസർബൈജാൻ വരെ നീളമുള്ള റിവറാണിത്. Sırplar virüsü hürmetiyle Hindistan
Mina città, i Giappone, i patroni, Inglestan, Cirpellate, Virussi, Birbedile, Hindustani, Hindustani, Kyrgyzstani, Hindustani, Kyrgyzstani, Hindustani, friend, I love you, India. ഇവിടുത്തെ ഒരു നോർമൽ സാലറി ഒക്കെ 600 ലാരയാണ് വരുന്നത്. ഒരു ദിവസം 20 ലാരൊക്കെ കിട്ടണം ഇവർ ഹാപ്പിയാണെന്നാണ് ഇവർ പറയുന്നത്. Side, this is the bridge of keys. So the bridge of keys, what the main thing? The couples are going here on the bridge, or like only one from the couple, you know, and they're just putting and your partner's name on the lock. You should keep the block on the bridge, remove the key, make a wish, and throw key in the river. So this is like how the drama people are doing, you know, the drama queens. ഇത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ബസ്സാണിത്. ഫ്രീ ആയിട്ട് വൈഫൈയും കിട്ടും നമുക്ക്. പിന്നെ ഒരു ചെറിയ ടിക്കറ്റ് ചാർജും മാത്രമേ ഇതിനുള്ളൂ. കലേറിയ മാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. കലേറിയ മാളിൻ്റെ പുറത്ത് കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസ് ഉള്ള ഒരു മാപ്പ് നിങ്ങളെ ഫോണിൽ കിട്ടും. അതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. മണിക്കൂറിന് 20 ലാറിയാണ് വരുന്നത്. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. വാൾനട്ടിൻ്റെ മേലെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് യൂസ് ചെയ്ത് അരച്ച് ഉണക്കി എടുത്തു വെച്ച ഒരു ഫുഡാണ്. അവിടെ നൈറ്റ് ക്ലബും പാർട്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്ക് ശേഷമാണ്. ടിബിലിസി തന്നെയുള്ള ഒരു വൈൻ ഷോപ്പാണിത്. ഷോപ്പിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവർ വീട്ടിലുണ്ടാക്കുന്ന നല്ല പ്യുവർ വൈനാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ജോർജിയയെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരു ബോർഡിൽ കുറേ കറൻസി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ആൾക്കാർ എഴുതി വെച്ച് പോയതാണ്. Subscribe in Russian and watch this. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ.
ഇന്ന് ഞങ്ങൾ പോകുന്നത് ജാവരി മൊണസ്ട്രിയിലേക്കാണ്. 6th സെഞ്ച്വറിയിലുള്ള ഒരു ജോർജിയൻ ഓർത്തഡോക്സ് മൊണസ്ട്രിയാണിത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ 2 റിവേഴ്സ് ഒരുമിച്ച് കൂടി ചേരുന്ന ഒരു സ്ഥലമാണിത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ബുർജോമി സെൻട്രൽ പാർക്കിലേക്കാണ്. My sunglasses is ready. So right now we are in Borjomi Park. We are going to walk around the park, and after that there is a cable car, and we are gonna try this cable car to get top of the mountain. And from there is a panorama Borjomi, and from there is the best view of the city ever. Never. ജോർജ് പറഞ്ഞ പോലെ മുകളിലെ കാഴ്ച കാണാൻ വേണ്ടി ബൈ റോഡും കേബിൾ കാർ വഴിയും മുകളിലോട്ട് പോവാം. ഞങ്ങൾ ബൈ റോഡ് വഴി മുകളിലോട്ട് പോകാനും തിരിച്ച് കേബിൾ കാർ വഴി താഴോട്ട് വരാനുമാണ് പ്ലാൻ ചെയ്തത്. കേബിൾ കാർ പോകാൻ വേണ്ടി നമുക്ക് വെറും 10 ലാറിയാണ് വരുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് 6 ലാറിയാണ് വരുന്നത്. ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. ഏകദേശം 1 അവർ എടുത്തു ഞങ്ങൾ ഫുൾ കറങ്ങി തിരിച്ചെത്താൻ. തിരിച്ചെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡെല്ലാം റെഡിയായിരുന്നു ഹോട്ടലിൽ. ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ കാണുന്ന ട്രക്കെല്ലാം റഷ്യയിലേക്ക് പോകുന്നതാണ്. അവിടേക്കുള്ള വെള്ളവും ഫുഡ് സ്റ്റഫും കൊണ്ടുപോകുന്ന ട്രക്കാണിത്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് അനന്നൂരി കാസ്റ്റിലേക്കാണ്. Right now we are in Ananuri village. There is a Ananuri fortress, as you see, outside the Alps. There is some church and castle buildings together. And this building we have from end of 16th, beginning of 17th century. So this is one of the best tourist destination place because of the view and because of this, like all the things what is there. So please, let's check it out the place from inside.
അനന്തപുരി വില്ലേജിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഗുഡൌരി കാസ്ബേഗി റൂട്ടിലേക്കാണ് പോയത്. ഞങ്ങൾ കാസ്ബേഗി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ വരെ എത്തിയിട്ടില്ല. ഗുഡൌരിൽ മഞ്ഞ് വീഴുന്നത് കാരണം പോലീസ് അവിടേക്കുള്ള റോഡൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. For different kind honey here, also for different flowers, for different seasons. ഇവരുടെ സീസൺ ടൈം ഡിസംബർ മുതൽ മെയ് വരെയാണ്. അന്ന് ഫുള്ളും മഞ്ഞായിരിക്കും ഇവിടെയൊക്കെ. ഒട്ടുമിക്ക ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിലാണ്. ഇത് മലപ്പുറത്തുള്ള ഇക്കാൻ്റെ റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. Guys, we are going back to normal.